ഇതാണ് നമ്മൾ പറയുന്ന ഈ ട്വിസ്റ്ററിൻ്റെ മൾഗാർഡ്. ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ 2 സ്ട്രോക്ക് ബൈക്കുകളിലും 4 സ്ട്രോക്ക് ബൈക്കുകൾ, ഐ മീൻ സ്പ്ലെൻഡർ പോലത്തെ വണ്ടികളും ആൾക്കാർ ഓൾട്ടർ ചെയ്ത് ചെയ്യുന്ന മൾഗാർഡാണ്. സ്പ്ലെൻഡർ, പാഷൻ പ്രോ പോലുള്ള ഒത്തിരി വണ്ടികൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് കുറേ വണ്ടികൾ. അപ്പോൾ വേണം ലിസ്റ്റ് നമ്മൾ ചാനൽ ജസ്റ്റ് എടുത്ത് നോക്കിയത് കുറേ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ആണ് നമ്മുടെ ക്ലാമ്പ് ബീറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ മെയിനായിട്ട് നട്ട് ബോൾസ് കാര്യങ്ങളൊക്കെ ന്യൂ ആണ്. അതിനകത്ത് 4 സ്ട്രൈറ്റ് ക്ലാമ്പ് വരുന്നുണ്ട്, 4 ഫ്ലാഞ്ച് ബോൾസ് വരുന്നുണ്ട്, നമ്മുടെ ഹാഫ് നെറ്റ് വരുന്നുണ്ട്, അല്ലാണ്ട് ട്യൂബ് നെറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നത്. ബേസിക്കായിട്ട് പറയുവാണ് എല്ലാം ചിലർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന നിർബന്ധമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് ചുമ്മാ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പം ക്ലാമ്പിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്രണ്ടിൽ വരുന്ന 2 ക്ലാമ്പും ബാക്കി വരുന്ന 2 ക്ലാമ്പുമാണ്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം പണിയുള്ളത് ഫ്രണ്ടിൽ വരുന്ന 2 ക്ലാമ്പിലാണ്. ഇതിനകത്ത് വന്നിട്ട് ഈ ട്യൂബ് നെട്ടും ഈ ചെറിയ എലങ്കി നട്ടും ആദ്യമേ നമുക്ക് ഫിക്സ് ചെയ്യണം. അത് വന്ന് ട്യൂബ് നെറ്റിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ക്ലാമ്പിലോട്ട് ഫേസ് ചെയ്തിരിക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നമുക്ക് 2 സെറ്റ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഈ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മൾഗാർഡിൻ്റെ ഫ്രണ്ട് സെറ്റ്. ഇതിന് പകരമാണ് ചിലവർ ഇത് ബെൻഡ് ചെയ്ത് നിർത്തുന്നത്. ബെൻഡ് ചെയ്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലാമ്പിൻ്റെ വിലം പോവും, വേറൊരു കേസ് ചിലപ്പം ബെൻഡ് ചെരിഞ്ഞ് പറഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ വണ്ടി ഇരിക്കുന്ന ഷേപ്പ് മാറിപ്പോവും. ഇതാണെങ്കിൽ പക്ക പ്രോപ്പറായിട്ട് 2 ഒരേ ഹൈറ്റിലും ഒരേ ലെങ്തിലും ഇരിക്കുന്നതുകൊണ്ട് ഷേപ്പിൽ വ്യത്യാസമൊന്നും വരത്തില്ല.